എംബ്രോയ്ഡറിയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കൊണ്ടുവന്നതിൻ്റെ ആളിപ്പോൾ അവർ വേറെ എന്തൊക്കെ ഷോപ്പ് ഇടുന്നതിന് ഇതിന് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായതുകൊണ്ട് ഒരു 1.5 മാസത്തോളമായിട്ട് എംബ്രോയ്ഡറി നെക്കിൻ്റെ ഇത് കിട്ടുന്നില്ലായിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുവരെ ഒന്നും വരാത്ത രീതിയിലുള്ള പല മോഡലുകളിൽ 7 ഡിസൈൻസുകളിലായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നെക്കുകൾ വന്നിട്ടുണ്ട്. വേണ്ടവർ ഇതിലിപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ടാവും. ആ നമ്പർ എടുത്തിട്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. 10 എണ്ണം 20 എണ്ണം 30 എണ്ണം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ റേറ്റിനാണ് തരിക. പിന്നെ 50 എണ്ണം 60 എണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിന് തരാം. ഇനി 75 എണ്ണം 100 എണ്ണം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ചാർട്ടിൽ ഓരോ ചാർട്ട് കണക്കിനാണ് ഉണ്ടാവുക. പിന്നെ നെക്കിന് നമ്മൾ ആദ്യം ക്യാഷ് കൊടുക്കണ്ട, സെയിലാവുന്നതിനനുസരിച്ച് ബില്ലിട്ടിട്ട് ഓൽക്ക് കൊടുത്താൽ മതി. അപ്പോൾ അവരിവിടെ കൊണ്ടുവന്നിട്ട് തരും. നമുക്ക് അതിൻ്റെ കണക്കും എണ്ണങ്ങളൊക്കെ നമുക്ക് ഓല് എഴുതി വെച്ചിട്ട് തരും, അതിനനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 4 എണ്ണം 5 എണ്ണമൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് 20 എണ്ണം 30 എണ്ണമായി. ഇപ്പം ഷോപ്പ് ഇടാൻ തുടങ്ങുകയാണ്. 2 പേരുണ്ടിട്ട് ഷോപ്പ് ഇടാൻ. ഒരാൾ സഫ്രാൻ ഫാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളവിടെ നിന്ന് എല്ലാ വിറ്റുകളും വാങ്ങേണ്ട ആളായിരുന്നു. അപ്പോൾ ഒരു ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് ഇവിടെ ചെട്ടിപ്പടി ഒരു ഷോപ്പ് ഇടാൻ പോകുക എന്നുള്ള സന്തോഷ വാർത്ത കേട്ടിട്ടുണ്ട്. മറ്റൊന്ന് കുന്നംകുളത്തുകാരി റീന ചേച്ചിയാണ്. റീന ചേച്ചി ഇതുപോലെ ഭയങ്കര എന്താ പറയുക ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് ചേച്ചി. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അവർ മോട്ടർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഒരാളും കൂടെ സഹായത്തിനൊക്കെ വെച്ചിട്ട് അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ നന്നായിട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് അവർ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ അവർ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഓർഡറും കാര്യങ്ങളും വരുന്നുണ്ട് ദൂരം ഭാഗങ്ങൾക്കൊക്കെ. ഇതിപ്പോൾ ഈ കട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചാർട്ടായിട്ട് എടുത്തിട്ട് ഇതിന്നിപ്പോൾ എങ്ങനെ ഇതിങ്ങനെ എടുക്കുക, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. അപ്പോൾ ആ ഒരു സംശയം ഇതുവഴി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്ര സിമ്പിളാണ്. നമ്മൾ വേറെ ഒന്നുമിൽ തട്ടാതെ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. ഇതിനൊരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ട് ഇടുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംശയങ്ങളും ചെറിയ ചെറിയ പേടികളും വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യാതിരിക്കണ്ട. ഇതാവുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പൈപ്പിംഗ് വെക്കലും വേറെ പീസിൻ്റെ ടെൻഷൻ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൈ കാര്യങ്ങളൊക്കെ കിട്ടും. 290 കൈകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കറക്റ്റ് മുകൾ ഭാഗത്ത് കറക്റ്റ് കട്ട് ചെയ്താൽ മതി നമ്മൾ ഇത്തന്മാർക്കൊക്കെ അടിക്കുമ്പോൾ. ഇനി കൂടുതൽ ഇത് വേണ്ട ചേച്ചിമാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് അധികം ഇടുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഈ അരികു ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മടക്കി അടിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ചുരിദാർ പോലെ ചെയ്താൽ മാത്രം മതി. ഇതാ പല മോഡൽ, ഇത് ഒരു റൗണ്ടിനൊക്കെ ഇതാ ഈ ഒരു മോഡലിലാണിത്. ഇങ്ങനെയുള്ള മോഡലുകളൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയതാണോ ഒന്നും അറിയില്ല. എന്തായാലും എല്ലാ കളേഴ്സും കാണണം എന്നുള്ളവർ ഇതിങ്ങനെ എല്ലാ കളേഴ്സും കൂടി ഫോട്ടോസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും 15 കളർ വെച്ചിട്ടുണ്ടാവും, 4 എണ്ണം വീതം. ചില ചാർട്ടുകളിൽ 5 എണ്ണം കാണും. ഇതാ കണ്ടോ, എല്ലാ കളേഴ്സും നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വിടുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മോഡലിൽ ഇത്ര കളേഴ്സ്, ഈ കളേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ചിലതിൽ ഇതാ കണ്ടോ, ഈ ഒരു ഇതിൽ 90 പീസാണുള്ളത്. ഇതെന്താ വെച്ചാൽ ഡാമേജ് പീസ് ഉണ്ടാവും ചിലതിൽ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള നമ്പറാണ് ഉള്ളിയുടെ എണ്ണി വെച്ചിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിടുന്നാണ് എണ്ണ. എന്നിട്ട് പിന്നെ നമ്മൾ ആ എണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ ബില്ല് അവർക്ക് അയച്ചു കൊടുത്താൽ മതി. ക്യാഷ് അയച്ചു കൊടുത്തതിനനുസരിച്ച് ഇങ്ങനെ അയച്ചു കൊടുക്കും. എനിക്കിതിലുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങണ്ട, അതിനനുസരിച്ചുള്ളത് അതിൽ നിന്ന് അങ്ങനെ കൊടുത്താൽ മതി. നമ്മളിത് അങ്ങനെ ഹോൾസെയിലായിട്ട് പോയിക്കോളും, നമുക്കും നഷ്ടമൊന്നുമില്ല. ആദ്യം പൈസ കൊടുക്കണ്ട എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ. അപ്പോൾ ഇതിന് ഈ നെക്കിന് കിട്ടണ ഈ പൈസ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യുക, മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു മാറിയ അതാണ് ഏക ആശ്വാസം. പിന്നെ ഞാൻ നെക്കിൻ്റെ ആളുകൾ വരുന്ന ദിവസം ശ്വാസം വലിക്കലാണ് സത്യം പറഞ്ഞാൽ. ഇവർ പെട്ടെന്നാണ് വിളിക്കുക, നാളെ ആ വഴി വരുന്നുണ്ട്, ക്യാഷ് റെഡിയാക്കി വെച്ചോ എന്ന് പറയും. ബാക്കിയുള്ളതും അവർ കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് ആ ടെൻഷനില്ല. ബാക്കി ഉണ്ടാവാറില്ല പലപ്പോഴും. എന്താണെന്ന് വെച്ചാൽ നൈറ്റ് എടുക്കണമല്ലോ അതിൽ കൊപ്പിച്ച കളറുകൾ വെക്കാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ ബാക്കി ഉണ്ടാവാറില്ല. എന്നാലും ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊരു കട്ട സബ്സ്ക്രൈബർ ആയിരുന്നു തൃശ്ശൂരുള്ള റഹ്മത്താത്ത. ആ താത്ത നല്ല രീതിയിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു. ഇന്നലെ ഇപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് ഹസ്ബൻഡാണ് കൊണ്ടുകൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പോവുക, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മൂപ്പരോട് ആരോ പെണ്ണുങ്ങളെ ചിലവിൽ ജീവിക്കുകയാണോ, പെണ്ണുങ്ങളെ പണിയെടുപ്പിച്ചിട്ടാണോ ഇപ്പം അങ്ങനെ എന്തോ ഒരു വേണ്ടാത്തൊരു വർത്താനം ആ മൂപ്പരോട് ആരോ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യം വാശിയിലായിട്ട് ഇപ്പോൾ മൂപ്പര്
സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊന്നും സമ്മതിക്കണമില്ല. ഒരുവിധം റമത്താത്ത ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് നന്നായിട്ട് സെയിൽ പിടിച്ചു പറ്റിയതായിരുന്നു. ഇപ്പോൾ എല്ലാവരും ക്ലോത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവർ മെഷീൻ പോലും കൊണ്ടു കൊടുത്തെന്നാണ് പറയുന്നത്. ഏതായാലും പറഞ്ഞ് പകുതിയൊക്കെ ആക്കിയത്. പക്ഷേ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. നല്ല രീതിയിലാക്കി. ഇത് ചില ആളുകൾ ഇങ്ങനെ ഒരു എന്താ പറയുക, കൊതുകിനെ പോലെയാണ്. ഉറങ്ങാനും സമ്മതിക്കൂല, ഓൽക്കറ്റ വാണേനെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് ചില ആൾക്കാർ. ഒന്നുമില്ലാതെ വെറുതെ ഒരു സംസാരിച്ചിട്ടതാവും. പക്ഷേ അത് പബ്ലിക്കിൽ നിന്ന് വെറുതെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് പറഞ്ഞതുകൊണ്ട് മൂപ്പർക്ക് അത് ഭയങ്കര ഫീലായി. ഇനി സ്റ്റിച്ച് ചെയ്യാൻ എന്തെങ്കിലും കാര്യത്തിന് നിന്നാൽ പിന്നെ വീട്ടിലേക്ക് വരൂല, ഒന്നും സാധനങ്ങൾ കൊണ്ടുവരൂല, മക്കളെയും കാര്യങ്ങളും നോക്കൂല, മുഴുവൻ കാര്യങ്ങളും ഇത്തന്നെ നോക്കുകയാണെങ്കിൽ മാത്രമേ ഇത് നന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത്ര സങ്കടം പറഞ്ഞ് വിളിച്ചിരുന്നു. ഹസ്ബൻഡായിട്ടാണ് ഇവിടെ ചെമ്മാട് വന്നിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയ ആളാണ് ഇവർ. കാരണം ആദ്യത്തേതായപ്പോൾ ഒരു പേടി, പൈസയൊക്കെ അയച്ചു തരാൻ. അങ്ങനെ ചെമ്മാട് അഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് ചെമ്മാട് സ്റ്റാൻഡിലേക്ക് വന്ന് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്ത്. രണ്ടാളും കൂടി വന്ന് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും അത് സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടല്ല, പക്ഷേ ഇത് മൂപ്പരെ മനസ്സിൽ നിന്ന് പോകണില്ല. എന്തായാലും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം, ഇത്താക്ക് നല്ലത് വരട്ടെ, ഇക്കാൻ്റെ ഇത്താനെ മനസ്സിലാക്കട്ടെ അല്ലേ. കാരണം നമ്മൾ പെണ്ണുങ്ങളങ്ങനെയാണ്, ഒരുവിധം നമുക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ മുമ്പിലുണ്ടാവും. പക്ഷേ നമ്മളെ ജീവിതം വെറും അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും ചില സമയങ്ങളിലൊക്കെ തോന്നിപ്പോവും. അത് ഞാനടക്കമുള്ളവർക്ക് തോന്നുന്നുണ്ടാണ് നമ്മൾ ജീവിക്കേണ്ട തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ എന്ന്. അതിൽ റഹ്മത്തായിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവും, കാണാറുണ്ട്. എല്ലാ വീഡിയോസ് കണ്ടാലും ഇനി ചിലപ്പോൾ കമൻ്റ് ഇടാൻ അറിയാത്ത ആളാണ്, എന്നാലും വാട്സപ്പിൽ വന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും. ഞാൻ 2 ദിവസങ്ങളിൽ വീഡിയോ ഇടാതിരുന്നാൽ പോലും എന്താ വീഡിയോ ഇടൽ നിർത്തിയോ എന്ന് ചോദിക്കണ ഒരാളാണ്. അപ്പം എന്നോട് വിളിച്ചിങ്ങനെ സങ്കടം പറഞ്ഞിട്ട് എനിക്കും ഭയങ്കര സങ്കടമായി. കസ്റ്റമേഴ്സ് മെറ്റീരിയൽസ് ആവശ്യപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടും അവരാവശ്യപ്പെട്ടതിൻ്റെ വോയിസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നല്ല അസൂയ തോന്നുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് അടിച്ചിട്ടുമുണ്ട്, പല മോഡലുകളിലായിട്ട് നൈറ്റിയൊക്കെ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആവുക എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്. ഏതായാലും അയക്കാക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ തോന്നട്ടെ. നിങ്ങളും നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുക. അത് ഞാനും എൻ്റെ പെണ്ണുമാണ്, എൻ്റെ ജീവിതമാണ്. അതിലിപ്പോൾ നിങ്ങളെന്തിനാണ് ഇടപെടണമെന്ന് ഒറ്റ വർത്താനം ചോദിച്ചാൽ മതി ഇക്കാക്ക്. പക്ഷേ ഇക്കാക്ക് അത് തോന്നുന്നില്ല. എന്തായാലും ഇക്കാക്ക് അതൊരു മനസ്സിലാക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ. ഒരു ബിസിനസ് കൊണ്ട് ജീവിതത്തിൽ എല്ലാം ആക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല. പക്ഷേ നമ്മളെ മനസ്സിൽ നമുക്കൊരു ആത്മാർത്ഥതായിട്ട് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമ്മളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ളത് തോന്നിപ്പിക്കാൻ പറ്റും. പിന്നെ മറ്റുള്ള ടെൻഷന് കാര്യങ്ങളൊക്കെ ഇതുവഴിയാണ്ട് ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞ് കിട്ടും. അങ്ങനെ ഒരു ആശ്വാസമാണ് ഉണ്ടാവുക. തുടങ്ങുന്ന മുമ്പേ ഞങ്ങൾക്ക് ലാഭം കിട്ടണമെന്ന് തീരുമാനിച്ചാൽ ഒന്നും ആവില്ല. എന്തായാലും ഒരു ഭാഗത്ത് 2 സന്തോഷങ്ങളും മറ്റൊരു ഭാഗത്ത് ഈ ഒരു സങ്കടം കൂടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.